Hi dears, welcome back to Fashion Week Designs. നമ്മുടെ കോട്ടൺ ഹെക്കോബയിലെ എംബ്രോയിഡറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണുമ്പോൾ ഇതുപോലത്തെ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇതേ സ്റ്റൈൽ ഒരു എംബ്രോയിഡറി ആണ്, നല്ല തിക്കായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ടും റെഗുലർ വിയർ സ്റ്റൈലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ കളർ ഷെയ്ഡ്സും പാറ്റേണും നോക്കിയിട്ട് ഫുൾ നല്ല തിക്കായിട്ടുള്ളൊരു എംബ്രോയിഡറി, ബ്യൂട്ടിഫുൾ അടിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് വൺ ഒരു നല്ല ഡാർക്ക് ആയിട്ട് ഇരിക്കുന്ന മെറൂൺ അല്ല, കുറച്ചുകൂടി ഒരു ഡസ്റ്റി ഫിനിഷ് വരുന്ന ടൈപ്പ് ഒരു മെറൂൺ ആണ്. അതിൽ വന്നിട്ടുണ്ടോ യോക്കിൽ പാരലായിട്ട് രണ്ട് സൈഡ്സിലും ഇത് യോക്ക് പോർഷനുള്ളൂ, താഴെ വരെയും വരുന്നില്ല. ഇതുപോലൊരു എംബ്രോയിഡറി വർക്ക്, എന്നിട്ട് സെൻറ്ററിൽ നല്ല തിക്കായിട്ടുള്ള ഒരു മൾട്ടി കളേർഡ് വർക്ക് കൊടുത്തേക്കുന്നു. പിന്നെ ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് വരുന്നുണ്ട്. നെക്ക് ലൈൻ പാറ്റേണും ചെയ്തിട്ടുണ്ട്. ഇത് എംബ്രോയിഡറി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്താണേലും വേറെ നെക്ക് പാറ്റേണുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് എന്നാലും നമ്മളൊരു പാറ്റേൺ അതിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. കോട്ടൺ ഹെക്കോബ ഫാബ്രിക്കിലാണ് വരുന്നത്. ഫ്രണ്ടും ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഫ്രണ്ടിലാണ് ആ ഒരു ഹെവി ആയിട്ട് ആ ഒരു കോട്ടൺ ഹെക്കോബ പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ വരും വർക്ക്. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. കോട്ടൺ ബോട്ടമാണ്. ആൻഡ് ദുപ്പട്ട നമ്മുടെ ഗഡ്വാൾ ഫാബ്രിക്കിൽ ഇതേപോലെ തിക്ക് എംബ്രോയിഡറി ബോർഡർ കൊടുത്തിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് സ്കാറ്റർ ചെയ്തും വരുന്ന ദുപ്പട്ടയാണ്. ടോപ്പിലാണ് ഹെവി എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. ഒരു ഡീപ്പ് മാംഗോലോ ഷെയ്ഡ്, മാംഗോലോടെ തന്നെ കുറച്ചും കൂടെ ഒരു ഡാർക്കിഷ് ടോണിലാണ് വരുന്നത്. ഇതിങ്ങനെ തെളിച്ച വെള്ളമല്ല, ചൂടെ ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡിൽ വർക്ക് സെയിം ഇതേപോലെ പാരലായിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക്. സെൻറ്റർ പോർഷനിൽ കുറച്ച് ഹെവി ആയിട്ട് മൾട്ടി കളേർഡ് വർക്കാണ്. അതിലൊരു പീച്ചിൻ്റെയും വൈറ്റിൻ്റെയും ഗ്രീൻ്റെയും അതുപോലെ ഒരു ഡീപ്പ് യെല്ലോടെയൊക്കെ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലൈൻ പാറ്റേൺ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹെവി കോട്ടൺ ഹെക്കോബയാണ്. കോട്ടൺ ഹെക്കോബയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്ത്, ഈ കോട്ടൺ ഫാബ്രിക്സ് വരുന്നതെല്ലാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, ഒത്തിരി കളേഴ്സ് പോകാതിരിക്കും. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വിത്ത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്ത ഷെയ്ഡ് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ആണ്. പക്ക ബോട്ടിൽ ഗ്രീൻ എന്ന് പറയത്തില്ല, ഇതും ഒരു ഡസ്റ്റി ഫിനിഷ് വന്നേക്കുന്ന, ഭയങ്കര തെളിച്ചമായിട്ട് നിൽക്കുന്ന ടൈപ്പ് അല്ല, ഇച്ചിരി ഒരു ഡസ്റ്റി ഫിനിഷ് ഉള്ള ഒരു ബോട്ടിൽ ഗ്രീനിന്റെ ടോണിൽ. എല്ലാത്തിലും ഈ ഒരു എംബ്രോയിഡറി കോമ്പിനേഷൻസ് സെയിം ആണ്. ഡാർക്ക് ടോണിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി പാറ്റേൺ. നോർമലി ലൈറ്റ് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വരുന്നത്. ഇതിൽ യോക്ക് പോർഷൻ നല്ല ഫുള്ളായിട്ടും നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നു. കോട്ടൺ ഹെക്കോബയാണ്, ഹെവി കോട്ടൺ ഹെക്കോബയാണ്. ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ട് വരുന്നു. ദുപ്പട്ടയിലാണെങ്കിലും നല്ല തിക്ക് എംബ്രോയിഡറി വർക്ക് ആണ്. ബോർഡേഴ്സ് ഒക്കെ നോക്കിയാൽ നല്ല തിക്ക് എംബ്രോയിഡറി, സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ബോർഡർ വന്നിട്ട്. എന്നിട്ട് ആ പീച്ചിന്റെയും ഗ്രീൻ്റെയും കോമ്പിനേഷൻസിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്സ് അല്ലെ ഫ്ലവർ വർക്ക്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ദുപ്പട്ടയിൽ ഓൾ ഓവർ ചെയ്തേക്കുവാണ്. വിത്ത് കോട്ടൺ ഫാബ്രിക്കിൽ, കോട്ടൺ എന്ന് പറയത്തില്ല, ഇത് ലിനൻ കോട്ടണിലാണ്, കുറച്ചും കൂടെ കട്ടിയുള്ള ഫാബ്രിക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. സോ നമുക്ക് ലൂസ് ബോട്ടം ഒക്കെ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ബോട്ടം വന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമ്മുടെ നേവി ബ്ലൂ ടോൺ ആണ്. ഇത് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലൂമിങ് നേവി ബ്ലൂ അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു ഇങ്ങനെ ഇതുണ്ടോ, ഒരു ഇതിൽ നമ്മൾ മുന്നേ കണ്ട കോട്ടൺ ഹെക്കോബയുടെ പാറ്റേൺ ഉള്ള ഇതിലൊരു ഹണിക്കോംബ് സ്റ്റൈലിൽ ഇങ്ങനെ റൗണ്ട് പോലത്തെ ഒരു പാറ്റേണും അതിൽ ഇതുണ്ട് ചെറിയൊരു ലേസ് പോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കോട്ടൺ ഹെക്കോബയിൽ വന്നിരിക്കുന്നത്. യോക്കിലെ എംബ്രോയിഡറി വർക്ക് സെയിം തന്നെയാണ്. ഇത് ദുപ്പട്ട സെയിം പാറ്റേണിൽ വരുന്ന ഗഡ്വാൾ ദുപ്പട്ട വിത്ത് ഹെവി എംബ്രോയിഡറി വർക്ക് വിത്ത് ഇതേപോലെ ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം. ഇത് ലാസ്റ്റ് കളർ നമ്മുടെ ഡാർക്ക് ഒരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കോമ്പിനേഷൻസ് സെയിം, ഹെവി കോട്ടൺ ഹെക്കോബ, ദുപ്പട്ട ഗഡ്വാൾ വിത്ത് എംബ്രോയിഡറി വർക്ക്. നമുക്ക് ഈ ഒരു ഓഫീസ് വെയർ സ്റ്റൈലിലോ റെഗുലർ വെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, സമ്മർ സ്പെഷ്യലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. എല്ലാവർക്കും ഇപ്പോഴും ഫേവറേറ്റ് ആണ് കോട്ടൺ ഹെക്കോബ. അതിൽ എംബ്രോയിഡറി വർക്കാണ്. റേറ്റ് 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.